ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദർ 27-ാം രാവിലാണെന്ന് ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളിവ് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു എന്ന സൂറയിലെ 30 വാക്കുകളാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്ത് അൽ ഖദർ. ലൈലത്ത് അൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹർ തനസ്സലു الملائكة والروح فيها بإذن ربهم من كل أمر. 20 سلام هي حتى مطلع الفجر. 30 വാക്കുകളാണ്. ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ, ആ രാത്രി എന്നത് 27-ാമത്തെ വാക്കാണ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, റമളാൻ 27-ാം രാവ് 30 ദിവസങ്ങളിലെ 27, 30 വാക്കുകളിലെ 27-ാമത്തെ വാക്കാണ് ഹിയ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ 27-ാം രാവിനാണെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതോടൊപ്പം ലൈലത്തുൽ ഖദർ അല്ലാഹു ഈ സൂറയിൽ 3 തവണയാണ് ആവർത്തിച്ചത്. ലൈലത്തുൽ ഖദറിൽ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. ലൈലത്ത് 4, ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് അല്ലാഹു ആരംഭിച്ചത് 3 തവണയാണ്. അപ്പോ 3 × 9 27 ആണ്. അങ്ങനെയും ഇത് 27-ന്റെ സാധ്യത ഏറെയാണ്.